പിണറായി വിജയൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. വീണ്ടും ഹാഷ്മി താജ് ഇബ്രാഹിം ചേർന്ന് പറയൂ. ഹാഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞു തുടർച്ച ഞാൻ തുടരുകയാണ് സ്കേൻ. അപ്പോൾ അങ്ങനെ അടിത്തട്ടിൽ നമ്മൾ സാധാരണ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അത് 100% വിഡിസ എന്ന ഫീലായിരുന്നു. അത് കേരളത്തിലെമ്പാടുമുള്ള ഫീലാണെന്ന് പോയ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശരിയാണ്, ഭരിക്കാൻ പോകുന്ന സ്കേൻ ഉറപ്പായും UDF തന്നെയാണ്. പക്ഷേ UDF ഭരിക്കാൻ പോകുമ്പോൾ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 5 വർഷത്തെ LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം UDF കിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ UDF കിട്ടണമെന്നുണ്ടെങ്കിൽ UDF ചലിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ചലിക്കുന്ന ഒരു ശരീരം ഉണ്ടാവേണ്ടതുണ്ട്, ഒരു മനുഷ്യരൂപം ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ LDF ഭരണവിരുദ്ധ വികാരത്തിന്റെ റാലിംഗ് പോയിന്റ് കൃത്യമായി BD സതീശനായിരുന്നു എന്നതിന് കൃത്യമായി പറയാം. എസ്കേൻ, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും, അത് ആ ഭരണവിരുദ്ധ വികാരം വോട്ടായി എപ്പോഴും മാറണമെന്നില്ല. ആ ഭരണവിരുദ്ധ വികാരം വോട്ടായി ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള ക്രെഡിബിളായ അവിടെ നിലയുറപ്പിച്ചു നിന്ന് പോരടിക്കുന്ന എന്ന ഫീലുള്ള ഒരു നേതാവ്, ഒരു മനുഷ്യരൂപം അവിടെ ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ആ മനുഷ്യരൂപം BD സതീശൻ. അതുകൊണ്ടാണ് ആ BD സതീശന് കിട്ടിയ അങ്ങേയറ്റത്തെ ആ പിന്തുണ ജനപിന്തുണ തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് അതിനെ കുറച്ചു കാണിക്കലാണ്. ഏതെങ്കിലും ലീഗിന്റെ മാത്രം പിന്തുണ എന്ന് പറയുന്നത് അത് വേറെ നറേറ്റീവാണ്. അങ്ങനെ ആയിരുന്നില്ല സ്കേൻ. യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരുടെ ഇക്കുള്ള ഒരു നേതാക്കൾ MLA മാർ മാറ്റി നിർത്തിയാൽ സാധാരണക്കാരുടെ പിന്തുണ ഉറപ്പായും അത് BD സതീശൻ അനുകൂലം തന്നെയായിരുന്നു എന്ന് വളരെ കറക്റ്റായി പറയുന്ന രണ്ടിലധികം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എസ്കേൻ, ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ആരെങ്കിലും ഏതെങ്കിലും സ്പാം മെയിലോ ഗ്രൂപ്പ് മെയിലോ അയക്കുന്നതുകൊണ്ട് മാത്രം ഹൈക്കമാൻഡ് നിലപാട് മാറ്റില്ല. കാര്യം എന്താണ്? KC വേണുഗോപാൽ AICയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് രണ്ടാമത്തെ നേതാവാണ്. ആ നേതാവിനെ പിണക്കി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ആ തീരുമാനമെടുക്കാൻ കഴിയാത്ത കാരണമാണ് 10 ദിവസം ആ തീരുമാനമെടുക്കാൻ വൈകിയത്. അല്ലെങ്കിൽ ഉറപ്പായും ബൈ ഡിഫോൾട്ട് ഹൈക്കമാൻഡ് മനസ്സിലെ കേരളത്തിലെ മുഖ്യമന്ത്രി KC വേണുഗോപാലാണെന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തില്ല. പക്ഷേ കേരളത്തിലെ ജനവികാരം അത് ഏതെങ്കിലും പ്രിയങ്കയുടെ മെയിലിൽ നിന്നും കണ്ടത് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, കേരളത്തിന്റെ പൊതുവികാരം അതാണ് ഇന്ന് സെൻസ് ചെയ്യാൻ ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം കഴിഞ്ഞില്ലെങ്കിൽ അതിന് ദേശീയ പാർട്ടി എന്ന് വിളിക്കാൻ കഴിയില്ല. ആ പാർട്ടി അത് സെൻസ് ചെയ്യുന്നു. അത് സെൻസ് ചെയ്തതിനു ശേഷമാണ് കൃത്യമായും KC വേണുഗോപാലിനെ അതൃപ്തനാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് ഹൈക്കമാൻഡ്. ഉറപ്പായും KC വേണുഗോപാൽ അതൃപ്തി ഉണ്ടാവുമെന്ന ഒരു തർക്കം അക്കാര്യത്തിലില്ല. ആ അതൃപ്തി ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് ആലോചനയുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് BD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും തീരുമാനത്തിലേക്ക് എത്തുന്നതിന് കൃത്യമായ കാരണം കേരളത്തിലെ ജനത്തിന്റെ ഒരു കാര്യം കൂടി ഹാഷ്മി, ശരിക്കും UDF കക്ഷികളും വോട്ടർമാരും മാത്രമല്ല UDF ഇത്തവണ വോട്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാകും. സ്വതന്ത്രരായ ഒരുപാട് ആൾക്കാർ, ചിലപ്പോൾ പാർട്ടി പ്രവർത്തകർ പോലും ഈ CPM ലെവലിലുള്ള ആളുകളെ വോട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും നമുക്ക് സംശയിക്കാൻ തക്ക രീതിയിൽ അത്രയധികം വോട്ടുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തലസ്ഥാന നഗരി കാണുമ്പോൾ അവരുടെ പ്രതികരണവും BD സതീശന് അനുകൂലമായിരുന്നോ? ഉറപ്പായും അങ്ങനെ ഇപ്പൊ പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരിലും ഉദുമയിലും ഒക്കെ UDF സ്ഥാനം ജയിക്കണമെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ കതർധാരികളുടെ വോട്ട് മാത്രം കിട്ടുമെന്ന് മനസ്സിലാവില്ല, അത് മതിയാവില്ല. അത് പൊതുസമൂഹത്തിന്റെ വോട്ട് അവിടെ വേണം. ഒരുപക്ഷെ CPM കേഡറിന്റെ വോട്ട് അല്ലെങ്കിൽ കൂടി ഇക്കാലമത്രയും CPM വോട്ട് ചെയ്തിരുന്ന CPM സിമ്പതൈസേഴ്സിന്റെ CPM അനുഭവ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ എന്തായാലും പയ്യന്നൂരൊക്കെ അവിടെ UDF സ്ഥാനം ജയിക്കുക, ഒരു തർക്കവുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കോൺഗ്രസ്സുകാരല്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന വിഭാഗം അടങ്ങിയ വലിയൊരു വിഭാഗത്തിന്റെ വലിയ ചങ്ക് ഓഫ് വോട്ടിക്കുറി അത് UDF കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ 102 സീറ്റ് എന്നുള്ള വലിയ സീറ്റ് നിലയിൽ ഒരിക്കലും പോവില്ല. അവിടെ കോൺഗ്രസിന്റെ വോട്ട് മാത്രം കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ മാത്രം കിട്ടിയതുകൊണ്ടോ ആ വലിയ അല്ലെങ്കിൽ പാർട്ടി അനുഭാവി വോട്ട് മാത്രം കിട്ടിയതുകൊണ്ടോ ആ വലിയ വോട്ടിലേക്ക് പോവില്ല. ഇക്കുറി അതിനപ്പുറമുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറം വോട്ടുകൾ കിട്ടാനുള്ള കാരണം അത് BD സതീശന്റെ കൃത്യമായ നിലപാട്. എസ്കേൻ, ഇവിടെ നമ്മൾ കടന്നു പോകുന്ന കാലം ഒരു പ്രത്യേകമല്ലാത്ത കാലമാണ്. നമ്മുടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. ആ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഈ പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വർഗീയത പറയുന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നൊരു നേതാവ് ഇലക്ഷൻ ബൂത്ത് പറയണമെങ്കിൽ ആ നേതാവിന്റെ ചില്ലറ ധൈര്യം പോരാ സ്കേൻ. അത് മാത്രമല്ല സ്കേൻ, പറവൂരിൽ 52% ഈഴവ വോട്ടർമാരാണ്. 52% ഈഴവ വോട്ടർമാർ പിണങ്ങിയാൽ ആ മണ്ഡലം തോക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാതിരിക്കെ ആ സമുദായത്തിന്റെ നേതാവിനോട് സമുദായത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് വേറെ കാര്യം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ തോറ്റുപോയേക്കാമെന്ന് പേഴ്സണൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ആ സമുദായത്തിന്റെ നേതാവിനോട് യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അത് നിലപാടിന്റെ കൺവിക്ഷന്റെ ഉറച്ച ബോധ്യത്തിന്റെ ആഴമാണ്. ആ ആഴം കേരളം തിരിച്ചറിഞ്ഞു. ആ കേരളം വീടിക്കൊപ്പം നിന്നു. കേരളം വീടിക്കൊപ്പം നിൽക്കുന്നത് ഹൈക്കമാൻഡ് കാണാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഹൈക്കമാൻഡ് മറ്റു വഴികളില്ലാതെ VDയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി. അതാണ് യാഥാർത്ഥ്യം. എസ്കേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.